ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മാംഗോ മൂസാണ് ഞാൻ ചെയ്യുന്നത്. മൂസുകളിൽ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടം മാംഗോ മൂസ് തന്നെയായിരിക്കും. അപ്പോൾ ക്രീം ചീസ് എന്ന് കേട്ടാൽ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഒരു മാംഗോ മൂസ് എങ്ങനെ ഉണ്ടാക്കണം, എത്ര എളുപ്പത്തിൽ നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ സൂപ്പർ റിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മിൽമയുടെ. നിങ്ങൾ ഫുൾ ഫാറ്റ് പാല്, അതായത് പശുവിൻ പാല് ഒക്കെ എടുക്കാം. ഫുൾ ഫാറ്റ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ക്രീം ചീസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്ന് തിള വരുന്നതിൻ്റെ തൊട്ട് മുൻപ് 1.5 ടേബിൾ സ്പൂണോളം വിനിഗർ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പതുക്കെ മിക്സ് ചെയ്യണം. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക. തീ ഓഫ് ചെയ്യുക, മൂടി വയ്ക്കുക. എന്നിട്ടൊരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ പിരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഒരു പനീറിൻ്റെ ടെക്സ്ചറാണോ എന്ന് ചോദിച്ചാലാണ്, എന്നാൽ ചീസിൻ്റെ ഒരു ചെറിയ രീതിയിലൊന്ന് ചീസായിട്ടും ഉണ്ടാവും. ആ ഒരു മെത്തേഡാണ് നമുക്ക് ക്രീം ചീസിന് കറക്റ്റ് വേണ്ടതും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് പോക്കിയിട്ട് വെക്കുക. ഇത് ഞാൻ കഴിച്ചു നോക്കിയ സമയത്ത് പുളിപ്പും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ വിനീഗർ ഒഴിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്തിട്ടില്ല. ഇനി നാരങ്ങ നീരൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പുളിപ്പുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നും കൂടി സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല മധുരമുള്ള മാങ്ങ തന്നെ നോക്കിയെടുക്കണം. കളറും അതുപോലെ നല്ല നിറമുള്ള പഴുത്ത മാമ്പഴം തന്നെ നോക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇനി ഇത് അരച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇനിയുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു പഞ്ചസാര, എനിക്കിത് 2 ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എനിക്കുള്ളതിൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ഗ്ലാസ്സിലേക്കുള്ളതിൽ മാത്രമേ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇഷ്ടാനുസരണം മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി മധുരം ചേർക്കുകയാണെങ്കിൽ തന്നെ മാങ്ങയുടെ മധുരം നോക്കിയിട്ട് ചേർക്കണം. കൂടുതൽ മധുരമായിട്ടുണ്ടെങ്കിലും കഴിക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളിത് മാമ്പഴവും പനീറും അതും കൂടെ നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ക്രീം ചീസ് കിട്ടിയിട്ടുമുണ്ട്. ഇതിലേക്ക് പാലോ അതുപോലെയോ അതൊന്നും ചേർക്കേണ്ട. ഇത് രണ്ടും മാത്രം ചേർത്തിട്ട് ഒരു കറക്കിയാൽ തന്നെ നല്ലോണം അരഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നല്ല അടിപൊളി തിക്കായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം ചീസ് മാംഗോ മൂസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ലെയർ ചെയ്യണ പരിപാടിയാണ്. ഇത് എത്ര ഭംഗിയായിട്ട് ലെയർ ചെയ്യണോ അത്രയും കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഞാൻ 2 ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു വലിയ ഗ്ലാസ്സിലും ചെറിയ ഗ്ലാസ്സിലേക്കും ഉള്ളത് എനിക്ക് 1/2 ലിറ്റർ പാലിൽ നിന്ന് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് മാംഗോ പീസസും അതേപോലെ തന്നെ കുറച്ച് ക്രീം ചീസ്, അതുപോലെ ഞാൻ കുറച്ച് പനീർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. അതൊരു കോൺട്രാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. കുറച്ച് വൈറ്റ് കളർ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മാംഗോ പ്യൂരി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കുക. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ അങ്ങനെ ലെയർ ചെയ്തെടുക്കാം. മാംഗോ സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ ലെയർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ലാസ്റ്റ് ഒരു മിൻറ്റ് ലീഫും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റായി. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് കഴിക്കാൻ തോന്നത്തേയില്ല. നമ്മളൊരു എന്താ പറയുക, ഇത് ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു ത്വര തോന്നുന്നൊരു സാധനം കൂടിയാണ്. കഴിക്കാൻ ഹെൽത്തിയുമാണ് പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിൽ. ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.